2018 റിലീസായ ഒരു തെലുങ്ക് സിനിമയാണ് കെയർ ഓഫ് കാഞ്ചരപാലം. ഈ സിനിമ കാണണം എന്നാഗ്രഹിച്ചു ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആമസോൺ പ്രൈം വീഡിയോയിൽ ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്തിടുമായിരുന്നു. നമുക്ക് മൊബൈൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാമല്ലോ. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിടുന്നു. പക്ഷേ അതിനോടൊപ്പം വേറെ ഏതെങ്കിലും ഒരു സിനിമ കാണാനുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണാമെന്നൊക്കെ വിചാരിച്ച് ലേറ്റായി അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ആ സിനിമ കാണുന്നത്. അത് കാണാൻ ലേറ്റായതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ടെന്നല്ല, കുറ്റബോധമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു കഥ പറച്ചിലിനെ അനുഭവിക്കാൻ ഞാൻ ഇത്രയും ലേറ്റായി പോയല്ലോ എന്നാലോചിക്കുമ്പോൾ സത്യമായിട്ടും ദുഃഖമുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത് പെർഫോമൻസുകളാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ നഗരം എൻ്റെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നൊരു സ്ഥലം. അവിടെ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ചെറിയ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഒരു മനുഷ്യൻ ചായ അടിക്കുന്നുണ്ട്. അപ്പുറത്ത് വന്ന് ബെഞ്ചിലൊക്കെ സാധാരണ പോലെ ഇരിക്കുന്ന ചായ കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊരാളുടെ കഥയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് അത്രയും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അതായത് ആ മനുഷ്യൻ്റെ വസ്ത്രവിധാനം, സംസാര രീതി, ബോഡി ലാംഗ്വേജ് എന്നു വേണ്ട ഒരു കാര്യത്തിലും അഭിനയത്തിൻ്റേതായ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാതെ അത്രയും നാച്ചുറലായിട്ട് അത്രയും ഗംഭീരമായിട്ട് സ്ക്രീനിൽ നിറഞ്ഞോടുന്ന കുറേ കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. പെർഫോമേഴ്സ് എന്ന് പോലും അങ്ങനെയുമില്ല. അവർ വിട്ടു. അവരെ നമുക്ക് ക്യാരക്ടേഴ്സായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇതിൽ പല ആളുകളും എനിക്ക് അധികം കണ്ടുപരിചയമില്ലാത്ത മുഖങ്ങളായതുകൊണ്ട് കൂടിയായിരിക്കാം എനിക്ക് ക്യാരക്ടേഴ്സായിട്ട് മാത്രമേ അവരെ കാണാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഈ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഡിഫറെൻ്റാണ്. നമ്മളിപ്പോൾ മലയാളത്തിലെ കുറേ ഡയലോഗ് സിനിമകളുണ്ട്, അതായത് സൂപ്പർ ഡയലോഗുകൾ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ. ആ സിനിമകളൊക്കെ ക്ലോസ് ആയിട്ടൊന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു സ്ഥിരം സംസാരശൈലി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സംസാരശൈലി ആയിരിക്കും എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ടാവുക. അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗിലും നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുന്ന പോലെ യാതൊരു സാദൃശ്യങ്ങളും കഥാപാത്രങ്ങളിലോ ഡയലോഗുകളിലോ സിറ്റുവേഷനുകളിലോ ഒന്നുമില്ലാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകളും ക്യാരക്ടേഴ്സുമായിട്ട് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയി അത് അവസാനിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവസാനിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ കണക്റ്റ് ആവുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ വളരെ എൻഗേജിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കഥ പറച്ചിൽ രീതിയായിരുന്നു. ഇതിനകത്ത് ഈ കുഞ്ഞു പ്രണയങ്ങളാണ്. ഒന്ന് സ്കൂളിലെ പ്രണയം, പിന്നെ ഒരു കൗമാര അല്ലെങ്കിൽ യൗവന കാലത്തെ ഒരു പ്രണയം, അതിനുശേഷം കുറച്ചും കൂടി പ്രായമായി കഴിയുമ്പോഴൊരു പ്രണയം, പിന്നെ വളരെ പ്രണയിക്കേണ്ട പ്രായം കഴിഞ്ഞു എന്ന് സമൂഹം പറയുന്ന പ്രായത്തിൽ നിൽക്കുന്നൊരു പ്രണയം. അങ്ങനെ പ്രണയങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ക്യൂട്ട്നെസ് ഉണ്ട്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പെയിൻ ഉണ്ട്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഇതൊക്കെ അവതരിപ്പിക്കുകയാണ്. ആ എഴുത്തും സംവിധാന മികവും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഈ സിനിമയുടെ സംവിധായകൻ്റെ ഫസ്റ്റ് പടമായിരുന്നു അത്ര അത്. വെങ്കടേഷ് മഹ. അദ്ദേഹം ഒരു കഴിവുകളുള്ള ആളാണ്. അത്രേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്രയും ഗംഭീരമായിട്ട് മ്യൂസിക് സൈഡ് എന്ന് വെച്ചാൽ ടോട്ടൽ സൗണ്ടിങ് വളരെ രസമാണ്. വളരെ നാച്ചുറലായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഈ മറ്റേ അമാനുഷിക പരിപാടികളിലേക്ക് ഒന്നും പോകും. അതൊരു സാധാരണ ജീവിതങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് സിനിമയല്ലേ എന്നാൽ പിന്നെ വിശ്വസിച്ചേക്കാം എന്ന് പറയുന്നത് പോലത്തെ വിശ്വാസങ്ങളല്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമ്മുടെ ചുറ്റും നടക്കുന്ന ജീവിതങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം തെലുങ്കിലാണ് സിനിമ. അപ്പോൾ ഈ സിനിമ നടക്കുന്ന പ്രദേശവും അവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, നമുക്ക് കണക്ട് ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളും വേണ്ട. നമുക്ക് അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് കഥയിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും പോകുന്നത്. സൗണ്ടിങ്ങും അതിനോടൊപ്പം തന്നെ വിഷ്വൽസും വളരെ നാച്ചുറലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു, ആ ചേട്ടൻ്റെ കഥയാണ്. അപ്പോൾ ആ ചേട്ടൻ, അയ്യോ ആ ചേട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണിത്. വളരെ ക്യൂട്ടായിട്ട് വളരെയധികം നമുക്ക് ഇഷ്ടം തോന്നിപ്പോകുന്ന, നമുക്ക് ഭയങ്കര പെയിൻ തോന്നുന്നത്. എനിക്ക് ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ആക്കിയത് ആ സിറ്റുവേഷൻ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയതുപോലത്തെ അത്രയും എനിക്ക് ഇമോഷണലി വിഷമം തോന്നിയ, കുറച്ചൊക്കെ ദേഷ്യം തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ട് സിനിമയിൽ. അത് ആ ഇമോഷൻ മാത്രമാണ്. അത് സിനിമ മോശമായല്ലോ എന്ന് പറയുന്ന പോലത്തെ വികാരമല്ല. ആ സിറ്റുവേഷൻസിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകാൻ, ആ ഇമോഷൻസിലൂടെ നമ്മളെ പാസ് ചെയ്യിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ തിരക്കഥയാണ്. അടിപൊളി പരിപാടിയാണ്. കെയർ ഓഫ് കാഞ്ചരപാലം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിർബന്ധമായിട്ടും കണ്ടു നോക്കുക. ആമസോൺ പ്രൈം വീഡിയോയിലുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിരിച്ച് മണ്ണ് കപ്പുന്ന ആക്ഷനും പരിപാടികളും ഡാൻസും ഒക്കെയുള്ള ടിപ്പിക്കൽ തെലുങ്ക് പടം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ നല്ല രസമുള്ള നൈസായിട്ടുള്ളൊരു പടം. ചില സ്ഥലത്ത് നമുക്ക് മുമ്പ് കണ്ട 1-2 സിനിമകളായിട്ട് ഇതിൻ്റെ ഒരു കോർ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവം സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആ കോർ ലൈനിൽ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ചില സിനിമകളായിട്ടുള്ള സാദൃശ്യമൊക്കെ തോന്നും. പക്ഷേ അപ്പോൾ പോലും സിനിമ അതിൻ്റെ കഥ പറച്ചിൽ രീതി കൊണ്ടും ഡയലോഗ്സും സിറ്റുവേഷൻസും ഒക്കെ കൊണ്ട് വളരെ നൈസായിട്ട് തന്നെ തുടരുന്നുണ്ട്. സോ
അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾ, അവർക്കതൊരു വലിയ സഹായമാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.